എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ചന്ദ്രദേവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചന്ദ്രനെ വലിയ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും കൊച്ചുകുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചന്ദ്രനെ അമ്പിളി മാമനെ കാണിച്ചു കൊടുത്തൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പാരമ്പര്യമൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത്രയധികം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ദേവനാണ് ചന്ദ്രൻ. ചന്ദ്രൻ സൂര്യനെ പോലെയല്ല, തണുപ്പാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒപ്പം നിൽക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആ ചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവം കാരണം നിരവധിയായിട്ടുള്ള ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കഥേമമ്മയുടെ അധ്യായത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ശാപം, വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്. അത് നമുക്ക് പരിചയപ്പെടാം. ഈ കഥ മഹാഗണപതി ചന്ദ്രന് നൽകിയിട്ടുള്ള ശാപമാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നത് ഒരു വിനായക ചതുർത്ഥി ദിവസമാണ്. ഭഗവാന്റെ പിറന്നാളായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ആ ഭഗവാനെ, ആ ഗണേശനെ ഇന്ദ്രൻ ഒരു വിരുന്നിനായി അദ്ദേഹത്തിൻ്റെ ദേവലോകത്തേക്ക് വിളിക്കുന്നു. അവിടെ ചെന്ന ഭഗവാൻ നിരവധിയായിട്ടുള്ള സ്വീകരണങ്ങളും പൂജയൊക്കെ ഏറ്റുവാങ്ങുന്നു. ഇന്ദ്രൻ എല്ലാ തരത്തിലുള്ള ആ ധാർഷ്ട്യവും മാറ്റിവെച്ച് തൻ്റെ മുമ്പിലിരിക്കുന്നത് പരബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ ശിവപുത്രനായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നു. പൂജയ്ക്കൊക്കെ ശേഷം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭഗവാന് ഇന്ദ്രൻ നൽകുന്നു. ഭഗവാനാണെങ്കിൽ ഇതൊക്കെ കിട്ടിയ സമയത്ത് വലിയ സന്തോഷമായി. തൻ്റെ പിറന്നാൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ മനസ്സ് കാണിച്ച ഇന്ദ്രനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഭഗവാൻ ആവും വിധം കഴിച്ചു. അപ്പം ആ സമയത്ത് ആ ആഹാരങ്ങൾക്കൊക്കെ വലിയ രുചി ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അളവിലധികം ഭഗവാൻ ഭക്ഷിച്ചു എന്നും പറയാറുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഗൃഹത്തിലേക്ക്, കൈലാസത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോകാനായി തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികനെ ഭഗവാൻ സ്മരിക്കുന്നു. ഭഗവാൻ സ്മരിച്ച മാത്രയിൽ തന്നെ മൂഷികൻ പ്രത്യക്ഷനായി. അങ്ങനെ മൂഷികൻ്റെ പുറത്ത് ഭഗവാൻ കൈലാസത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അധികമായിട്ട് മധുരപലഹാരങ്ങൾ കഴിച്ചതുകൊണ്ടും ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഭഗവാന് ആലസ്യം ഉണ്ടായി എന്നാണ്. ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു അംശം ഭഗവാനിൽ അധികമായിട്ട് കണ്ട സമയത്ത് എപ്പോഴോ ഭഗവാൻ ഈ മൂഷികൻ്റെ ദേഹത്ത് നിന്ന് താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് വീണ സമയത്ത് ആരോ ഒരാൾ ഭഗവാനെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ് അത്ര മഹാഗണപതി കേട്ടത്. പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ വീണത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഭഗവാനെ കളിയാക്കി ചിരിക്കുന്നതാണ് ഭഗവാൻ കാണുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ഇതേ ചന്ദ്രദേവൻ തന്നെയായിരുന്നു എന്നാണ്. ആ ഭഗവാന് വന്ന ദേഷ്യത്തിൻ്റെ അളവിന് അതിരില്ലായിരുന്നു എന്നാണ്. കാരണം വീണ് കിടക്കുന്ന ഒരാളെ നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ദുഷ്ട മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ വീണ് കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാനും അവരെ വീണ്ടും ശക്തരാക്കി തിരിച്ചു കൊണ്ടുവരാനുമാണ് ആളുകൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ വീഴുമ്പോൾ പരിഹസിക്കുകയല്ല. ഇവിടെ ചന്ദ്രൻ ഭഗവാനെ പരിഹസിച്ചതുകൊണ്ട് ഭഗവാന്റെ ക്രോധത്തിന് ചന്ദ്രൻ ഇരയാവുകയും ഇന്നേ ദിവസം നിന്നെ നോക്കുന്നവരെല്ലാവരും തന്നെ അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപഖ്യാതി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ്. ചെയ്യാത്ത തെറ്റിന് അവരൊക്കെ പഴി കേൾക്കേണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു ഉഗ്രൻ ശാപം ചന്ദ്രൻ ലഭിച്ചു എന്നാണ്. അല്ലെങ്കിലേ അറിയാം ദക്ഷന്റെ ശാപമുണ്ട്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് മാറിയത്. ഇനി മഹാഗണപതിയുടെ ഒരു ശാപം കൊണ്ട് ഇനിയും എൻ്റെ കീർത്തിക്ക് പ്രയാസം തോന്നുന്നു എന്ന് മനസ്സിലാക്കിയ ചന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഭഗവാനെ നമസ്കരിക്കുന്നു. ശാപമോക്ഷം തരണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ഭഗവാന്റെ ഉപദേശമുണ്ട്. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളത് പറയേണ്ടതാണ്. കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ രൂപം കൊണ്ട് ഭക്ഷണം അധികമായി കഴിച്ചുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ, കുറച്ച് തടിയുള്ള ആളുകളെയൊക്കെ തന്നെ കളിയാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം ഉണ്ട്. ഒരു തരത്തിൽ ഇന്ന് നമ്മൾ അതിനെ ബോഡി ഷേമിങ് എന്നൊക്കെ വിളിക്കും. അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളായിരുന്നു മഹാഗണപതി. ഒരാളുടെ രൂപത്തെ നോക്കി, അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനെ നോക്കി അയാളെ കളിയാക്കുക എന്ന് പറയുന്നത് അത്യന്തം നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ചന്ദ്രന്റെ ഗതി ഉണ്ടാവുന്നതാണ്. ഭഗവാന്റെ പ്രസാദം ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കുക. എങ്കിലും തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഭഗവാനെ നമസ്കരിച്ചതിലൂടെ ഈ അപഖ്യാതി പോവാനായി ശ്രീമദ് ഭാഗവതത്തിലെ സ്യമന്തകം കഥ കേട്ടാൽ മതി
അത് കേട്ട് കഴിഞ്ഞാൽ ഈ അപഖ്യാതി ഉണ്ടാവില്ല എന്നൊരു അനുഗ്രഹം കൂടെ മഹാഗണപതി കൊടുത്തു. തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രന് എന്നും ആ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശാപങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ ഒരു തിരിച്ചറിവിനുള്ള ഒരവസ്ഥയാണ്. നമ്മൾ ഏതു തരത്തിൽ ചിന്തിക്കുന്നു, ആ ചിന്തിച്ച രീതിയിൽ നിന്ന് മഹാത്മാക്കളുടെ ശാപം കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കുമെങ്കിൽ ശാപം പോലും നല്ലതായിട്ടാണ് കണക്കാക്കുന്നത്. ജയവിജയന്മാരെ സനകാദി മുനികൾ ശപിച്ചത് കൊണ്ടാണ് നമുക്കൊരു നരസിംഹാവതാരവും ശ്രീകൃഷ്ണാവതാരവും ഒക്കെ കിട്ടിയത്. അതുപോലെ ഓരോ ശാപത്തിന് പുറകിലും ഒരു തിരുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ചന്ദ്രന് അതിന് സാധിച്ചു. ഒരിക്കലും പിന്നീട് ഒരാളെയും രൂപം കൊണ്ട് കളിയാക്കുന്ന ഒരു പ്രവണത ചന്ദ്രന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ശാപങ്ങൾ ചന്ദ്രന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റൊരധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇന്നേ ദിവസം ചന്ദ്രന് കിട്ടിയിട്ടുള്ള ഈ ശാപത്തെയും ആ ശാപത്തിലൂടെ ചന്ദ്രനുണ്ടായിട്ടുള്ള തിരിച്ചറിവിനെയും അതിനൊക്കെ കാരണമായിട്ടുള്ള ആ മഹാഗണപതി ഭഗവാനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.